ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളീന്ന് വരട്ടെ എന്ന് മാവൻ പറയണ്ടല്ലോ. ഉള്ളിയെ കൊല്ലം പോയോന്ന് ചോദിച്ചത്. ഹായ് ദിലീപേട്ട, അപ്പുവാണ്. അയ്യോ കടവാവില് ഇവനോ? രസികൻ ഇറങ്ങിയിട്ട് ഏകദേശം 20 കൊല്ലം ആവാറായി. അതിനുശേഷം ഒരുപാട് സിനിമകളും സീരിയലുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആൾക്കാരെന്നെ ഓർത്തിരിക്കുന്നത് ആ കടവാവലായിട്ട് തന്നെയാണ്. ശരിക്ക് സ്ക്രിപ്റ്റിൽ ആ ഡയലോഗ് ഇല്ല, ദിലീപേട്ടൻ അത് ഡബ് ചെയ്ത് കയറ്റിയതാണ്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് എന്റെ ഐഡന്റിറ്റിയായി എന്റെ കൂടെ നടക്കുന്നത്. എന്റെ ആദ്യ സിനിമയിലെ നായകനായതുകൊണ്ട് തന്നെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകനും നടനും ദിലീപേട്ടൻ തന്നെയാണ്. എനിക്ക് ദിലീപേട്ടനോടുള്ള ചോദ്യം, ഇനിയും ദിലീപ് ലാൽ ജോസ് കൂട്ടുകെട്ടിൽ എന്നായിരിക്കും മീശമാധവൻ അല്ലെങ്കിൽ രസികനൊക്കെ പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ? എന്തായിരുന്നു ദിലീപ് സിനിമകളെന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നു, ആ തരത്തിലുള്ള ദിലീപേട്ടന്റെ ഒരു സിനിമ ഇനി എന്നായിരിക്കും? എന്റെ അടുത്ത ചോദ്യം, എന്നായിരിക്കും ശിവൻകുട്ടി മാമനും ഈ കടവാവലുമായി ഇനിയൊരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക? ഞാൻ ആ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന്, അത് പണ്ട് അപ്പു പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചു. അപ്പോഴാണ് ഇവന് ഇത്രയും വലുതായത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പാവം ചെക്കനെ പിടിച്ച് കടവാവലും ആക്കിയിട്ട് അവനെ എല്ലാരും നാട്ടുകാർ മൊത്തം ഇപ്പൊ കടവാവലെന്നാ വിളിക്കുന്നതെന്ന്. നല്ലൊരു സുന്ദരൻ പയ്യൻ. എന്തായിട്ട് അങ്ങനെ ആ ഒരു കടവാവൽ എങ്ങനെ വിളിക്കുക? വേറെ വേട്ടാവളി എന്നൊന്നും വിളിക്കാണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ആ ഒരു സ്പെസിഫൈഡ് വാക്ക് തന്നെ എങ്ങനെയായിരിക്കും വന്ന്? അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നു എന്നല്ലോ അല്ലേ. അത് ശരിക്കും ഞാൻ നേരത്തെ മീരനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ ഇങ്ങനെയൊക്കെ വാക്കുകളുണ്ട് എന്ന് പഠിച്ചു. എന്നാല് അന്നത്തെ ആ ഓർമ്മകളുണ്ടോ? ഭയങ്കര ചെറുതായിരുന്നിരിക്കില്ലേ ഇവനൊക്കെ? ഭയങ്കര ചെറുത്, ഇത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ അന്ന് വിട്ടുപോയത് നേരിട്ട് കണ്ടപ്പോ. വലിയ സന്തോഷം. അവൻ ഇത്രയും നല്ല സുന്ദരനായിരിക്കുന്നു. ആണ് ആണ്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. അവൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ലാൽ ജോസും നമ്മളും അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങള് കുറച്ച് നാളായിട്ട്, മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ മീശമാധവൻ പോലെയോ ചാന്തുപൊട്ട് പോലെയൊക്കെ ഒരു സിനിമ എനിക്ക് തരിക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും പുരോഗമിക്കുന്നുണ്ട്. പിന്നെ ഒരുമിക്കുന്ന കാര്യം, അതങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവാം. നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അല്ലേ. ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്നത്തെ എത്ര വർഷമായില്ലേ ദിലീപേട്ടാ? ശരിക്കും ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ യാദൃശ്യമായിട്ട് ഇങ്ങനെ വലിയ സർപ്രൈസായി. ഇനി സുന്ദരനായ ഒരു പയ്യനെ കണ്ടു. ഇനി ഒരു സുന്ദരിയായിട്ടുള്ള ഒരു നടിയനെയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവരിക്കാൻ പോകുന്ന. എന്തെങ്കിലും ഗസ് എല്ലാം ഉണ്ടോ ദിലീപേട്ടന്? കാരണം ഒരുപാട് നായികന്മാരുടെ ദിലീപേട്ടന്റെ കൂടെ തുടങ്ങുന്ന എല്ലാവരും ഭയങ്കര ലക്കി ആയിട്ട് മാറും. ഭയങ്കര ഓൺ സ്ക്രീനിൽ അവർ തിളങ്ങും എന്നൊക്കെയുള്ള ഒരു